അതേപോലെ ഇന്ത്യയുടെ റീജിയണൽ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ബംഗാൾ, അതേപോലെ റീജിയണൽ സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റുകളൊന്നും ഒരു കാരണവശാലും ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകണമെന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അത് വിട്ടുപോകും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിഫോമായിട്ട് ഒരു കൊടിയുടെ കീഴിൽ ഒറ്റ ഇന്ത്യ എന്ന് പറഞ്ഞ രീതിയിൽ അതിനെ ഹിന്ദു രാജ്യമാക്കാൻ നടക്കില്ല. അത് സമ്പൂർണ്ണ പരാജയം മാത്രമല്ല, നടക്കാൻ പോകുന്നേയില്ല. പിന്നെ ഈ കാണിക്കുന്നത് മുഴുവൻ ഗിമിക്സാണ്. അതായത് മനസ്സിലാക്കുക, ചലഞ്ചുകളുണ്ട്. പഴയ പോലെയല്ല, കേക്ക് വാക്കല്ല, ചലഞ്ചുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം പോയിട്ട് ഇപ്പോൾ വഴിയെ പോകുന്നൊരു വെള്ളം കുടിക്കാൻ ഒരാൾക്ക് ദാഹിക്കുന്നു. ആ ദാഹമുള്ള ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ ചോദ്യം ചെയ്യപ്പെടും. വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളെ മർദ്ദിക്കാം, അത് വലിയ സംഭവമായി മാറ്റാം. കാരണം ഒരു ക്രിസ്ത്യാനിയായ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ നിങ്ങൾ ഒരു ഹിന്ദുവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്തിനു കൊടുത്തു? റോഡിൽ ആക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അസുഖമായിട്ടൊരാൾ നിൽക്കുന്നു, അല്ല എവിടെയെങ്കിലും നിൽക്കുന്നു, കണ്ണ് കാഴ്ചയില്ലാത്ത കുട്ടികൾ, അവരെ കൊണ്ടുവന്ന് നിങ്ങൾ പഠിപ്പിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ചലഞ്ചാവും. ഇന്നത്തെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യാം. അതാണ് മധ്യപ്രദേശിൽ നടന്നത്. എന്തിനാണ് അഞ്ജു ഗർഗ് എന്ന് പറഞ്ഞ ഭാർഗവ എന്ന് പറഞ്ഞ സ്ത്രീ BJP നേതാവാണ്. ഒരു കാര്യം പറയും, ഇതൊക്കെ BJP-ക്കാരും ഇതൊക്കെ RSS-കാരുമാണ്. ബജരംഗ് ദൾ RSS ആണ്, BHP RSS ആണ്. ഇതിൻ്റെ മെയിൻ സംഘടന RSS ആണ്. അതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. ഇതിനെല്ലാം ഒന്ന് തന്നെയാണ്. പല പേരുകളുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ചുമ്മാതെ ഈ പറയുന്നത്. കാരണം ഞാൻ ഈ സംഘടനയെ പറ്റി ഇവരുമായിട്ടൊക്കെ എനിക്ക് വെൽ സ്റ്റഡീഡാണ് ഈ ടോപ്പിക്. ഇവരുടെയൊക്കെ ആ BJP പറയാതൊന്നും അവരിതില്ലാതെ അഞ്ജു ഭാർഗവ എന്നും ഇതേപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടികൾ പഠിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഇത്രയും പ്രശ്നമുണ്ടാക്കി അടിയും പിടിയും ഉണ്ടാകത്തൊന്നുമില്ല. പോലീസിനോട് പറഞ്ഞിട്ടായിരിക്കും അവർ പോയിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇങ്ങോട്ട് വരാം. അതായത് പഴയ പോലെ നിങ്ങൾക്ക് സ്കൂൾ നടത്താം, അതേപോലെ ഇങ്ങനെ ആൾക്കാരെ സഹായിക്കാനോ, റോഡിൽ അസുഖമായിട്ട് കിടക്കുന്നയാളെ വീട്ടിൽ കൊണ്ടുവരാനോ, അവർക്കൊരു എന്തെങ്കിലും സഹായം ചെയ്യാനോ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ, അതിനെ അവരെ ചോദ്യം ചെയ്യാൻ, ചലഞ്ച് ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം.